ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ സാധാരണ ഒരു വീട് എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, വയറിങ്ങിനെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അതേപോലെ തന്നെ വയറിങ്ങിലുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളും വയറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. ഇതൊരു ചെറിയ വീടാണ്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണ്. 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ മാത്രമേ ഇത് ഉള്ളൂ. 2 ബെഡ്റൂം, അതുപോലെ 2 ബാത്റൂം, ഒരു ഹാള്, ഒരു അടുക്കള, ഒരു സിറ്റ് ഔട്ട് ഒക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ എങ്ങനെയാണ് വയറിങ് ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. 3 പാർട്ടായിട്ടാണ് ഒരു വീടിൻ്റെ വയറിങ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, വീട് കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇടുക എന്നുള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്നത് നമ്മൾ വാർക്കുന്ന സമയത്ത് അതിൽ ഫാൻസി ലൈറ്റുകൾക്ക് അതുപോലെ സീലിംഗ് ഫാനൊക്കെ വെക്കാനുള്ള പൈപ്പുകൾ ഇടുക എന്നുള്ളതാണ്. അതല്ല, അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇടുക എന്നുള്ളതാണ്. അതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്നത് നമ്മൾ വയറ് വലിച്ച് സ്വിച്ച് ബോർഡ് വെക്കുക എന്നുള്ളതാണ്. അതും ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ചായിരിക്കും. കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഓരോ പൈപ്പിലൂടെയും എത്ര വയറുകളാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്, അതേപോലെ തന്നെ ഓരോ ബോക്സിലും എത്ര സ്വിച്ചാണ് വെക്കാനുള്ളത്, എത്ര പ്ലഗാണ് വെക്കാനുള്ളത്, എത്ര ഫാനിൻ്റെ റെഗുലേറ്ററാണ് വെക്കാനുള്ളത് എന്നത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബോക്സുകൾ വെക്കാൻ, അതുപോലെ പൈപ്പ് ഇടാനുള്ളത്. അത്യാവശ്യം നല്ലോണം വയർ പോകാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ അഥവാ 25 mm പൈപ്പ് ഇടാവുന്നതാണ്. ഒരു 10 കൂടുതൽ വയറുണ്ടെങ്കിൽ 25 mm പൈപ്പാണ് നമ്മളിടേണ്ടത്. അതല്ല 10 താഴെ വയറുകളെ പോകാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 19 mm അല്ലെങ്കിൽ 20 mm നമ്മൾ 3/4 ഇഞ്ച് എന്ന് പറയുന്ന ഈ പൈപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. വീടിൻ്റെ മെയിൻ സ്ലാബ് വാർത്തതിന് ശേഷം അതിൻ്റെ മുട്ടും പലകയെല്ലാം തട്ടിയതിന് ശേഷം നമ്മൾ നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് വീടിൻ്റെ വയറിങ് കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇടുക എന്നുള്ളത്. നിലം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ചെയ്താലും മതി, പക്ഷേ അപ്പോൾ കുത്തിപ്പൊളിക്കുന്ന മണ്ണെല്ലാം നമ്മൾ വീണ്ടും നിലത്തു നിന്നും കോരി കളയേണ്ടതായിട്ട് വരും. ഓരോ ബോക്സിൻ്റെ ഉള്ളിലും അത് ഏത് അളവിലുള്ളതാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഒരു വീടിൻ്റെ വയറിങ്ങിൽ ഉപയോഗിക്കാറുള്ളത് 2MD, 3MD, 4MD, 6MD, 8MD, അങ്ങനെ 12MD അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഈ 2MD എന്ന് വെച്ചാൽ അതിൽ ഒരു സ്വിച്ച് അല്ലെങ്കിൽ 2 സ്വിച്ചാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ 3MDയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലഗും ഒരു സ്വിച്ചും അല്ലെങ്കിൽ 3 സ്വിച്ച് അങ്ങനെയാണ് കൊള്ളുന്നത്. ഒരു പ്ലഗ് എന്നുള്ളത് 2MD ആണ്. അതുപോലെ റെഗുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ, ഫാനിൻ്റെ റെഗുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ 2MDയിലും ഉണ്ട്, 1MDയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്വിച്ച് ബോർഡുകൾ വെക്കാനായിട്ട്. ഞാൻ ഏകദേശം ഒരു 10-12 വർഷമായിട്ടുണ്ടാവും ഈ ഒരു ഫീൽഡിൽ. ഞാനൊക്കെ വർക്ക് തുടങ്ങുന്ന സമയത്ത് മരത്തിൻ്റെ ബോക്സുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മരത്തിൻ്റെ ബോക്സുകൾ കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല കുറച്ച് കാലം കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ ബോക്സുകൾ ചെതൽ നിന്ന് പോവാറുമുണ്ട്. നല്ല ക്വാളിറ്റിയില്ല തേക്കിൻ്റെ കാതലായിട്ടുള്ള മരത്തിൻ്റെ ബോക്സുകൾ വെച്ചത് ഇപ്പോഴും ചില വീടുകളിൽ ബോക്സ് അതുപോലെ സ്വിച്ച് ബോർഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തതായിട്ടും കാണാറുണ്ട്. മരത്തിൻ്റെ ബോക്സ് ഇറങ്ങിയതിന് ശേഷമായിരുന്നു PVCയുടെ ബോക്സ് ഇറങ്ങുന്നത്. ഈ PVCയുടെ ബോക്സ് ഒരുപാട് കാലം വീട് നിൽക്കുന്നതാണ്. പക്ഷേ അതിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ PVCയുടെ ബോക്സിൻ്റെ മേലെ വെക്കുന്ന ഷീറ്റ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും, അപ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഷീറ്റ് അധികം വലിപ്പം ഉണ്ടാവില്ല, അത് വളരെ ചെറുതായിരിക്കും, കാണാൻ നല്ല വൃത്തിയായിട്ടിരിക്കും, ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇരുമ്പിൻ്റെ ബോക്സുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ സ്വിച്ചുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഇരുമ്പിൻ്റെ ബോക്സാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ലൈറ്റുകളും ഹോൾഡറുകളും അതുപോലെ സീലിംഗ് റോസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ PVCയുടെ ബോക്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4x4 PVCയുടെ ബോക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വീട് തേക്കുന്ന സമയത്ത്, പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഒന്നും സിമെൻറ്റ് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുത്തനെയുള്ള പൈപ്പുകളിലെല്ലാം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ക്ലോസ് ചെയ്ത് വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ പൈപ്പടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോക്സിൻ്റെ ഉള്ളിലെല്ലാം പേപ്പർ വെക്കുന്നതും നല്ലതാണ്. ഓരോ ഭാഗത്തേക്കുള്ള പൈപ്പ് നമ്മൾ ഇടുമ്പോഴും അതിലൂടെ എത്ര വയറുകളാണ് നമുക്ക് പോകാനുള്ളത്, അതുപോലെ ഓരോ ബോക്സിലും എത്ര സ്വിച്ചാണ് നമുക്ക് കൊള്ളിക്കാനുള്ളത് എന്നതിനെ പറ്റിയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കൂട്ടൽ ഉണ്ടാവണം. പിന്നീട് നമ്മളതിൽ മാറ്റം വരുത്താൻ പറ്റുന്നതല്ല. മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ തന്നെ വീണ്ടും കുത്തി പൊളിക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു നോർമൽ വീട്ടിൽ ഒരു റൂമിലേക്കാണ് അതിലേക്കുള്ള പൈപ്പാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ചിൻ്റെ അഥവാ 19-20 mm പൈപ്പാണ് ഇടേണ്ടത്. അതാകുമ്പോൾ അതിലേക്ക് ഒരു സർക്യൂട്ട് മാത്രം പോയാൽ മതി. അതല്ല ഒരു AC അതുപോലെ ഹീറ്റർ അത്യാവശ്യം ലീഡുകളൊക്കെ ഉള്ള ഒരു റൂമിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 25 mm അഥവാ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്.
ഏകദേശം ഒരു 13-14 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇതിലുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ നടന്നിട്ടാണ് ഞാനിത് പഠിച്ചത്. ഇല്ലാതെ ITC-യിലൊന്നും പോയിട്ടല്ല പഠിച്ചിട്ടുള്ളത്. എന്നാലും അതിനുശേഷം ഞാൻ വേറൊരു കോൺട്രാക്ടറുടെ കീഴിൽ യാക്കൂബ് MK എന്ന് പറയുന്നൊരു കോൺട്രാക്ടറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എനിക്ക് പെർമിറ്റും കിട്ടിയിട്ടുണ്ട്, വയർമാൻ പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനത് വയർമാൻ പെർമിറ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷത്തോളമായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട്. ഇതിൽ നമ്മൾ വെക്കുന്ന ബോക്സുകളും അതുപോലെ പൈപ്പുകളും നല്ല ക്വാളിറ്റി ഉള്ളത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ബോക്സുകൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ സ്ക്രൂ ചെയ്യാനുള്ള ആ ഒരു ലെഗുകൾ പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ബോക്സിനെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും, അപ്പോൾ കുത്തി പൊളിക്കേണ്ടി വരും വീണ്ടും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബോക്സുകളും സാധനങ്ങളും വെക്കാനായിട്ട് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ൽ കൂടുതൽ ബെൻഡുകളോ അതുപോലെ തന്നെ 2-ൽ കൂടുതൽ പൈപ്പോ നീട്ടി ഒരുപോലെ നമ്മൾ ഇടയിൽ ജംഗ്ഷനോ ലൈറ്റുകളോ ബോക്സുകളോ ഒന്നും ഇല്ലാതെ നീട്ടി വിടാൻ പാടില്ല. അങ്ങനെ വിട്ട് കഴിഞ്ഞാലത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ വയറ് വലിക്കുമ്പോൾ സ്പ്രിങ് തള്ളിയാൽ എത്താൻ നല്ല പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് നമ്മൾ DB സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, ഇതിപ്പോൾ ഞാൻ ഹാവൽസിൻ്റെ DB ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. PVC-യുടെ DB നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ PVC-യുടെ DB വെച്ച് കഴിഞ്ഞാൽ LCBയോ അതുപോലെ MCB ഏതെങ്കിലും കത്തിക്കഴിഞ്ഞാൽ ആ PVC-യുടെ ബോക്സ് അടക്കം കത്തിപ്പോകും. അപ്പോൾ നമ്മൾ കുത്തിപ്പൊളിച്ച് വീണ്ടും ബോക്സിനെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇരുമ്പിൻ്റെ ബോക്സ് തന്നെ വെക്കുക. അതേപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ ഇരുമ്പിൻ്റെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെയിൻറ്റിംഗ് എല്ലാം വളരെ പെട്ടെന്ന് അടന്ന് പോരും. അപ്പോൾ ക്വാളിറ്റിയുള്ള ഹാവൽസിൻ്റെ ബോക്സുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹാവൽസ്, ABB അതുപോലെ ലെഗ്രാൻഡ്, LNT ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള DBകളാണ്. ഇതിൽ ഞാൻ വെക്കുന്നത് 16 വേയുടെ ഒരു DB ആണ്. 16 വേ എന്ന് വെച്ചാൽ 16 MCBകളാണ് നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുക. അതായത് 14 MCBയും ഒരു ELCBയും. ഇനി വേണമെന്നുണ്ടെങ്കിൽ 12 MCBകളും ഒരു ഐസൊലേറ്ററും ഒരു ELCBയും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാം. ഈ ഒരു വീട്ടിലിപ്പോൾ സർക്യൂട്ടുകൾ വരുന്നത് 2 ബെഡ്റൂമിലേക്ക് 2 സർക്യൂട്ട്, അതുപോലെ 2 ബെഡ്റൂമിലും ഓരോ AC, അപ്പോൾ 4ആയി. പിന്നെ അതുപോലെ AC ഇല്ലാത്തൊരു ഒരു ചെറിയ റൂമുണ്ട്, അപ്പോൾ 5ആയി. പിന്നെ അടുക്കള ഒരു സർക്യൂട്ട് 7, പിന്നെ അടുക്കളയിലേക്കുള്ള പവർ പ്ലഗ് ഒരു സർക്യൂട്ട് 8, പിന്നെ അടുക്കളയിലേക്കുള്ള ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് 9, പിന്നെ അടുക്കളയിലേക്കുള്ള മോട്ടോറിൻ്റെ പോയിൻ്റ് 1, അപ്പോൾ 10, പിന്നെ ഹാളിലേക്കൊരു സർക്യൂട്ട് 11, പിന്നെ സിറ്റ് ഔട്ടിലേക്കൊരു സർക്യൂട്ട് 12, പിന്നെ ഒരു 2 MCB എക്സ്ട്രാ വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ELCBയും വെക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഇതിൽ ഞാൻ 16 വേയുടെ ഒരു DB വെച്ചിട്ടുള്ളത്. എൻ്റെ +2 കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വർക്കിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ ഏകദേശം 2 വർഷത്തോളം ഇവിടെ വർക്കെടുത്ത് അതിനുശേഷം ഞാൻ മലപ്പുറത്ത് ചെമ്മാട് എന്ന സ്ഥലത്ത് ന്യൂറിയ എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ മുസ്തഫ എന്ന ആളുടെ കീഴിൽ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അവിടെ വർക്ക് എടുത്തിട്ടുണ്ട്. ആ സമയത്താണ് അവിടെ താജ് കൺവെൻഷൻ സെൻറ്റർ അതുപോലെ പരപ്പനങ്ങാടിക്കടുത്തുള്ള ഒരു മില്ലിലും ഞാൻ കുറച്ചു കാലം വർക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എറണാകുളം ജില്ലയിലെ ചെങ്ങമ്മനാട് എന്ന സ്ഥലത്ത് പവർമാൻ ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിൽ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അവിടെയും വർക്ക് എടുത്തിട്ടുണ്ട്. ആ സമയത്താണ് അവിടെ തൊടുപുഴയിലുള്ള സീമാസിൻ്റെ വർക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിലും കുറച്ച് ദിവസമൊക്കെ ഞാൻ അതിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലക്ഷദ്വീപിൽ പോയി. ഏകദേശം ഒരു 2 വർഷത്തോളം ഞാൻ ലക്ഷദ്വീപിൽ നിന്നിട്ടുണ്ട്. ലക്ഷദ്വീപ് കൽപ്പേനി ദ്വീപിലായിരുന്നു. ഇവിടെ എൻ്റെ നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ പോയിട്ട് പല വിധത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ കൂടെ പോയിട്ടാണ് ഞാൻ അവിടെ ഈ ഒരു വർക്കിൽ ഏർപ്പെട്ടത്. ഞാൻ പോയ സ്ഥലങ്ങളിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റ രീതി കൊണ്ടും അതുപോലെ അവിടുത്തെ സ്ഥലത്തിൻ്റെ ഭംഗി കൊണ്ടൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളത് ഈ കൽപ്പേനി ദ്വീപാണ്. സുധീർ എന്നൊരാളുടെ സ്പോൺസർഷിപ്പിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ലക്ഷദ്വീപിൽ എത്തിപ്പെടുന്നത്. ഇപ്പോഴും അവിടുന്ന് ആളുകൾ വിളിക്കാറുണ്ട്, അങ്ങോട്ട് ക്ഷണിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകാറില്ല. മാത്രമല്ല ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് നാട്ടിൽ എൻ്റെ വാപ്പ ഇവിടെ മരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് അവിടുന്ന് പോരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് വർക്ക് നിർത്തി പോന്നിട്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ വയറിങ് പഠിക്കുന്ന സമയത്ത് ഈ കട്ടിങ്ങിൻ്റെ പണിയെല്ലാം മുഴുവൻ കൈകൊണ്ട് നേരിട്ട് കുത്തിപ്പൊളിക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്തൊന്നും മെഷീനറികൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. മെഷീനറികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർക്കിനൊന്നും അധികം ആരും ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഇതിനൊക്കെ മെഷീനറികളും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വരെ ആംഗിൾ ഗ്രൈൻഡറാണ്. ഇതിന് ഡബിൾ വീലുള്ള കട്ടറൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ആംഗിൾ ഗ്രൈൻഡർ കൊണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വക്കും മൂലയും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബോക്സൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനകത്തേക്ക് ഈ
ആംഗിൾ ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഡബിൾ വീല് കട്ടറാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ അതിൽ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ കട്ടിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ളത് ഡേഞ്ചറാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ ഈ സേഫ്റ്റി ഗാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാണ്. സേഫ്റ്റി ഗാർഡ് ഇല്ലാതെ ശരിക്ക് ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ റൂമിലേക്കും സെപ്പറേറ്റ് ഓരോ പൈപ്പ് കൊണ്ടുപോവുക. അതേപോലെ തന്നെ ആ റൂമിൽ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് സെപ്പറേറ്റ് പൈപ്പ് കൊണ്ടുപോവുക. അടുക്കളയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് പൈപ്പ് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പ് തന്നെ 2 കൊണ്ടുപോയാലും മതി. അതേപോലെ തന്നെ ഹാളിലേക്ക് സെപ്പറേറ്റ് ഒരു പൈപ്പ്, സിറ്റ് ഔട്ടിലേക്ക് സെപ്പറേറ്റ് ഒരു പൈപ്പ്, അങ്ങനെ കൂടുതൽ ലീഡ് വരുന്നത് അതുപോലെ കൂടുതൽ വയറുകൾ പോകാനുള്ള പൈപ്പൊക്കെ നമ്മൾ 1 ഇഞ്ച് പൈപ്പാക്കി കൊടുക്കുക. അല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പ് തന്നെ 2 ഇട്ട് കൊടുക്കുക. ഇതിൽ ഓരോ റൂമിലായിട്ടും ഞാൻ ചെയ്തിട്ടുള്ളത് ഓപ്പോസിറ്റായിട്ട് 2 ലൈറ്റ് വരുന്ന രൂപത്തിൽ 4 ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു 8MD ബോക്സ് വെച്ചിട്ടുണ്ട്. 8MD അല്ല, 6MD ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്ലഗും 4 സ്വിച്ചുകളുമാണ് കരുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫുഡ് ലാമ്പിൻ്റെ ഒരു ബോക്സ് അടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റായിട്ട് 2 ലൈറ്റ്, പിന്നെ ഒരു സീലിംഗ് ഫാൻ. അതേപോലെ തന്നെ ബെഡ് സ്വിച്ച് വരുന്ന ഭാഗത്ത് AC ഒരു പോയിന്റ് കണ്ടിട്ടുണ്ട്. ആ ബെഡ് സ്വിച്ചിൽ തന്നെ ഒരു മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു 2MD സോക്കറ്റിനെ ഞാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ബെഡ് സ്വിച്ചിൻ്റെ ഭാഗത്ത് 8MDയും ഡോറിൻ്റെ ഭാഗത്തുള്ളത് 6MD ആണ് വെച്ചിട്ടുള്ളത്. ഈ റൂമിലും അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗത്തു കൂടിയാണ് DBയിൽ നിന്നും ഇതിലേക്കുള്ള കണക്ഷൻ വരുന്നത്. ബെഡ് സ്വിച്ചിലായിട്ടൊരു 8MD വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ മുകളിലായിട്ട് ACക്കുള്ളൊരു പോയിന്റ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് 4 ബോക്സിലൂടെ ഒരു ലൈറ്റ്, നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു ലൈറ്റ്, അങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഫുഡ് ലാമ്പിന് കണ്ടിട്ടുണ്ട്. ഒരു 6MD ബോക്സ് കബോർഡിൻ്റെ തൊട്ടടുത്തായിട്ട്, അവിടെയാണ് അതിൻ്റെ സ്വിച്ച് ബോർഡുകളും അതേപോലെ തന്നെ ഒരു പ്ലഗും വരുന്നത്. കാണുന്നത് ഈ ബാത്റൂമിലേക്കുള്ള പാസേജ് ആണ്. ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ മേലെ ആയിട്ട് ഒരു പോക്കറ്റ് വരുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് ഈ പോക്കറ്റിനകത്താണ് ഞാൻ ഹീറ്ററിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ പുറത്തായിട്ട് ഒരു 3MD ബോക്സ് വെച്ചിട്ടുണ്ട്. ബാത്റൂമിൻ്റെ അകത്തെ ഒരു ലൈറ്റ്, അതുപോലെ ഹീറ്ററിൻ്റെ സ്വിച്ച്, പിന്നെ ഒരു എക്സോസ്റ്റ് ഫാന് ഈ വെന്റിലേഷനിൽ തന്നെ വരുന്ന രൂപത്തിലാണ് ഇതിലുള്ളത്. അതുകൊണ്ട് വെന്റിലേഷനിലേക്ക് ഒരു സെപ്പറേറ്റ് പൈപ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് വളരെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഒന്നട വിട്ടുള്ള ഓരോ സ്റ്റെപ്പിലും ഞാൻ ഓരോ ജംഗ്ഷനുകൾ ഇട്ടിട്ടുണ്ട്. ഇത് വാർത്ത സമയത്ത് തന്നെ ഇട്ടിട്ടുള്ളതാണ്. അതിലൊക്കെ ഓരോ വാം വൈറ്റ് ബീം ലൈറ്റുകൾ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ രൂപത്തിൽ കോണി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാകും. പക്ഷേ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സാധാരണ കോണിക്കൂട്ടിൻ്റെ ചുവട്ടിലൊരു ബാത്റൂം സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്താൽ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇൻവെർട്ടർ വെക്കുമ്പോൾ ആ ഇൻവെർട്ടറിൻ്റെ ഭാഗം, സാധാരണ സ്റ്റെയർ കേസിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഇൻവെർട്ടറിനുള്ള പോയിന്റ് കാണാറുള്ളത്. ഇവിടെ ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ആ ഇൻവെർട്ടറിൻ്റെ ഭാഗം കാണും എന്നുള്ളൊരു പ്രോബ്ലം ഇതിലുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് ഒരു സെപ്പറേറ്റ് പൈപ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് ടോപ്പിൽ പുറത്തായിട്ട് ഒരു ലൈറ്റും, അതേപോലെ തന്നെ അവിടെ ഒരു പ്ലഗും സ്വിച്ചും വരുന്ന രൂപത്തിൽ അവിടെ ഒരു 4MDയുടെ ബോക്സും ഞാൻ വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ബോക്സുകളാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലെവൽ വെച്ച് തേച്ച് ഉറപ്പിച്ച് നിർത്തേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ തേപ്പുകാർ ചെരിച്ച് വെച്ചാൽ അത് നമുക്ക് പിന്നീട് സ്വിച്ച് ബോർഡ് വെക്കുമ്പോൾ ചെരിഞ്ഞാൽ നമുക്ക് നീർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ DB വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ഭാഗത്തേക്കും കണക്ഷൻ കൊണ്ടുപോകാൻ എളുപ്പമുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ DB സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കാണാൻ വൃത്തികേടില്ലാത്ത രീതിയിൽ ഒരു ഏരിയയിൽ വെക്കാൻ നോക്കുക. അതേപോലെ തന്നെ പുറത്തുനിന്നും കണക്ഷൻ വരാനുള്ള എളുപ്പത്തിലും, അതേപോലെ തന്നെ അടുക്കള അതേപോലെയുള്ള കൂടുതൽ ലോഡ് വരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് വയറെത്തിക്കാൻ, കൂടുതൽ വയർ ചിലവ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ പറ്റിയ ഒരു ഏരിയ നോക്കിയിട്ട് വേണം നമ്മൾ DB വെക്കാനുള്ള സ്ഥലം സെലക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈ വീടിൻ്റെ ഇപ്പോഴത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ടൊരു പറകോള നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ വലത് സൈഡിലായിട്ടാണ് ഞാൻ ഇതിൻ്റെ മീറ്റർ ബോർഡ് ഉദ്ദേശിക്കുന്നത്. മീറ്റർ ബോർഡ് ഇതൊരു സിംഗിൾ ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് ഞാൻ 10 mm കോപ്പർ മീറ്റർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും നേരെ അടിയിലേക്കായിട്ട് കുത്തിയിട്ട് അടിയിലായിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. സിംഗിൾ ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് ഒരൊറ്റ കോപ്പർ മാത്രം ഇട്ടാൽ മതി. അതല്ല 3 ഫേസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 2 എർത്തിങ്കിലും നമ്മൾ കൊടുക്കേണ്ടതാണ്.
ഇവിടെ ഈ കാണുന്ന പുറത്തു നിന്നും വരുന്ന ഈ ഒരു പൈപ്പാണ് ഡി ബിയിലേക്ക് മീറ്ററിൽ നിന്നും കണക്ഷൻ വരുന്നത്. അത് നമ്മൾ നേരെ എളുപ്പത്തിൽ നേരെ അടിയിലൂടെ ഡി ബിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു സാധാരണ ഒരു വീടിൻ്റെ ഒരു രണ്ടാം ഘട്ടം വയറിങ് കുത്തിപ്പൊളിച്ച് പൈപ്പിടുന്ന ഒരു ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. എന്തായാലും കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ പറയാനുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇതിനെ തുടർന്നുള്ള വീടിൻ്റെ മൂന്നാം ഘട്ടം ലാസ്റ്റ് ഘട്ടം വയർ വലിച്ച് സ്വിച്ച് ബോർഡ് വെക്കുന്നത് വീഡിയോയും, അതേപോലെ തന്നെ ബാത്റൂം പ്ലംബിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ, അതേപോലെ തന്നെ വീടിൻ്റെ ടോട്ടലായിട്ടുള്ള പ്ലംബിങ്ങിൻ്റെ വീഡിയോ, ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നത്, അതൊക്കെ ആവശ്യമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിനനുസരിച്ച് നമുക്ക് അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ആവശ്യമാണെങ്കിൽ മാത്രം. ഇതാണ് ഈ വീടിൻ്റെ ഓണർ റഫീഖ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്തെടുക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ്പേർട്ടുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഹൗസ് വയറിങ്ങിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്ടുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ഗുഡ് ബൈ.